നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടനും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച് അടുത്ത കാലത്ത് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഭാര്യ സംഗീതയുമായി വിജയ് അകന്നു കഴിയുകയാണെന്നാണ് വിവരം. വിജയ്ക്കൊപ്പം സംഗീതയെ കണ്ടിട്ട് ഏറെ കാലമായി. വിജയ് രാഷ്ട്രീയത്തിലെ തിരക്കുകളിലേക്ക് കടന്നപ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കൂടി. വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് വിജയ് കടന്നു പോകുന്നത്. അഭ്യൂഹങ്ങൾക്കൊടുവിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്ത നടൻ വിജയുടെ ഭാര്യ സംഗീത. പ്രമുഖ നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നാണ് ഹർജിയിലെ ആരോപണം. ഏറെ നാളായി ഇരുവരും തമ്മിൽ അകന്നു കഴിയുകയാണ്. ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളൽ വീണു എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു. 2021 തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു എന്നാണ് വിവരം. സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിജയ്ക്കും തൃഷയ്ക്കുമെതിരെ സിനിമാ പ്രേമികളും ആരാധകരും തിരിഞ്ഞു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് വിജയ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിജയ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ പ്രശ്നം നിങ്ങളെ ബാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതോർത്ത് നിങ്ങൾ വേദനിക്കരുത് എന്ന് വിജയ് പറഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ കാര്യത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനോടെല്ലാം പോരാടി നിങ്ങൾ വേദനിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വേദന തോന്നുന്നത്. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നമ്മൾ നിങ്ങളും ഞങ്ങളും ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത് മാത്രം നോക്കാം. അക്കാര്യത്തിലൊന്നും ആരും അധികം വേദനിക്കേണ്ട, അത്രയ്ക്ക് വിലയൊന്നും അതിന് കൊടുക്കേണ്ട. ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ, നല്ലത് മാത്രം നടക്കും, വിജയം ഉറപ്പാണ് എന്നായിരുന്നു വിജയ് പറഞ്ഞത്. എന്നാൽ വിജയുടെ പ്രതികരണം വലിയ വിവാദങ്ങൾക്ക് കാരണമായി. താരത്തിന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം തെറ്റായ മാതൃകയാണെന്ന് ചൂണ്ടിക്കാട്ടി TVK നേതാവ് രഞ്ജന നാച്ചിയാർ രംഗത്തെത്തി. വനിതാ ദിന സന്ദേശത്തിനിടെയാണ് രഞ്ജന പാർട്ടി അധ്യക്ഷനെതിരെ സംസാരിച്ചത്. ഈയിടെ BJP വിട്ട് TVKയിൽ ചേർന്ന നേതാവാണ് രഞ്ജന. സംഗീത വിവാഹമോചന ഹർജി കൊടുത്ത ദിവസങ്ങൾക്ക് ശേഷം ചെന്നൈയിൽ നടന്ന ഒരു വിവാഹ സൽക്കാരത്തിൽ തൃഷയും വിജയും ഒരുമിച്ചെത്തിയും മടങ്ങിയതും ചർച്ചയായിരുന്നു. വിജയുടെ പരാമർശങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അത് വിലമതിക്കുന്നില്ല എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് രഞ്ജന ചോദിച്ചു. അത് വിലമതിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് നേതാവേ? നിങ്ങളുടെ ഭാര്യയാണോ വിലമതിക്കാത്തത്, അതോ നിങ്ങളുടെ വിവാഹത്തെയോ എന്നാണ് രഞ്ജന ചോദിച്ചത്. സ്ത്രീകളെ ശാക്തീകരിക്കുമെന്ന വിജയുടെ പരസ്യ വാഗ്ദാനങ്ങളും അദ്ദേഹത്തിന്റെ സമീപകാല പ്രസ്താവനകളും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്ന് രഞ്ജന നാച്ചിയാർ ചൂണ്ടിക്കാട്ടി. സ്ത്രീകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന് പറയുന്ന ഒരു നേതാവ് സ്വന്തം കുടുംബത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ വാക്കുകളിൽ മാന്യത പുലർത്തുന്നതിൽ പരാജയപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് രഞ്ജന പറഞ്ഞു. വിജയ് പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളെയും രഞ്ജന പരിഹസിച്ചു. വീടുകളിൽ സൗജന്യ LPG സിലിണ്ടറുകൾ നൽകുമെന്ന് വിജയ് വാഗ്ദാനം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിൽ പ്രവേശിക്കാൻ കോടതിയെ സമീപിക്കേണ്ടി വന്നുവെന്ന റിപ്പോർട്ടുകൾ മുൻനിർത്തിയാണ് രഞ്ജനയുടെ വിമർശനം. പുറമെ സ്ത്രീപക്ഷം പറയുന്നവർ സ്വന്തം ജീവിതത്തിലും ആ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണമെന്ന് രഞ്ജന മുന്നറിയിപ്പ് നൽകി. ഒരു രാഷ്ട്രീയ നേതാവിന്റെ വാക്കുകൾ കേവലം വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും അവ സമൂഹത്തെ മൊത്തത്തിൽ സ്വാധീനിക്കുമെന്നും രഞ്ജന നാച്ചിയാർ ഓർമ്മിപ്പിച്ചു. ഒരു നേതാവ് സംസാരിക്കുന്ന ഓരോ വാക്കും ഒരു കുടുംബത്തിലല്ല, മറിച്ച് സമൂഹത്തിലാകെയാണ് പ്രതിധ്വനിക്കുന്നത് എന്നും രഞ്ജന പറഞ്ഞു. സ്ത്രീകളെയും വിവാഹത്തെയും സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ അന്തസ്സും മാന്യതയും പുലർത്താൻ വിജയ് തയ്യാറാകണമെന്നും രഞ്ജന ആവശ്യപ്പെട്ടു. വിജയെ പോലെ സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുള്ള ഒരാളുടെ വാക്കുകൾ യുവാക്കളെ, പ്രത്യേകിച്ച് ജെൻസി വിഭാഗത്തെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് രഞ്ജന മുന്നറിയിപ്പ് നൽകി. ബന്ധങ്ങളെയും വിവാഹത്തെയും കുറിച്ച് നേതാക്കൾ നടത്തുന്ന നിരുത്തരവാദപരമായ പരാമർശങ്ങൾ യുവാക്കൾക്കിടയിൽ തെറ്റായ മനോഭാവം വളർത്താൻ കാരണമാകുമെന്നും രഞ്ജന കൂട്ടിച്ചേർത്തു. അതേസമയം നടൻ വിജയ്ക്കെതിരെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചതോടെ നടനും നടി തൃഷയും തമ്മിലുള്ള പ്രണയ ഗോസിപ്പുകൾ കൂടുതൽ ശക്തി പ്രാപിച്ചു. 25 വർഷത്തോളമായി തെന്നിന്ത്യൻ സിനിമയിൽ താരറാണി പട്ടം ചൂടിയിരിക്കുന്ന തൃഷയുടെ ഏറ്റവും വലിയ ഹിറ്റുകൾ സംഭവിച്ചത് വിജയ്ക്കൊപ്പമായിരുന്നു. സംഗീതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം വിജയ് തൃഷയെ ജീവിതത്തിലേക്ക് കൂട്ടുമോ എന്ന ചോദ്യവും സിനിമാ പ്രേമികളിൽ നിന്നും ഉയരുന്നുണ്ട്. അടുത്തിടെ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിനിടെ തൃഷയെക്കുറിച്ച് നടൻ പാർത്ഥിബൻ നടത്തിയ പരാമർശം പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. മുൻപ് തന്നോടൊപ്പം അഭിനയിച്ച അഭിനേതാക്കളെക്കുറിച്ച് സംസാരിക്കവെയാണ് തൃഷയെക്കുറിച്ചും പാർത്ഥിബൻ സംസാരിച്ചത്. ഇരുവരും പൊന്നിയിൻ സെൽവനിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൊന്നിയിൻ സെൽവനിൽ തൃഷയുടെ കഥാപാത്രമായിരുന്ന കുന്തവൈ എന്ന കഥാപാത്രത്തിന്റെ പേര് പരാമർശിച്ചായിരുന്നു പാർത്ഥിബന്റെ പ്രതികരണം. ചിത്രത്തിൽ ചിന്ന പഴുവേട്ടരായിട്ടായിരുന്നു പാർത്ഥിബൻ എത്തിയത്. ഈ കുന്തവയെ കുറച്ചു ദിവസം വീട്ടിലിരുത്തുന്നതാണ് നല്ലത്, അവൾ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നായിരുന്നു പാർത്ഥിബന്റെ പരാമർശം.
സംഭവം സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാകുകയും പാർത്ഥിബനെ വിമർശിച്ചും അനുകൂലിച്ചും ആളുകൾ എത്തുകയും ചെയ്തു. പിന്നാലെ മറുപടിയുമായി തൃഷ എത്തി. കയ്യിൽ മൈക്കുള്ളതുകൊണ്ട് അതിലൂടെ ഒരാൾ നടത്തുന്ന പരാമർശം വലിയ ബുദ്ധിയുള്ള പരാമർശമോ തമാശയോ ആകുന്നില്ല. മറിച്ച് അയാൾ പറയുന്ന വിഡ്ഢിത്തം കുറച്ചുകൂടി ഉറക്കെ കേൾക്കാം എന്ന് മാത്രം എന്നാണ് തൃഷ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. പാർത്ഥിബന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു തൃഷയുടെ മറുപടി. ഇത്തരം തരംതാണ പരാമർശങ്ങൾ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അവരെക്കാൾ ഉപരി പറയുന്ന ആളുടെ നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും തൃഷ കുറിച്ചു. ഈ അഭ്യൂഹങ്ങൾ വർദ്ധിക്കുന്നതിനിടെയാണ് വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ കൽപ്പാത്തിയെ സുരേഷിന്റെയും മീനാക്ഷി സുരേഷിന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ തൃഷ വിജയ്ക്കൊപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇരുവരും ഒരുമിച്ച് വേദിയിലെത്തുകയും നവദമ്പതികൾക്കൊപ്പം ഫോട്ടോ എടുക്കുകയും ഒരുമിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. അതേസമയം രാഷ്ട്രീയ പ്രേരിതമാണ് നിലവിലെ വിവാദങ്ങളെന്നും വിജയ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കെ കുടുംബ പ്രശ്നങ്ങൾ വാർത്തയാകുന്നതിൽ ദുരൂഹതയുണ്ട് എന്നുമാണ് TVK പാർട്ടി പ്രവർത്തകർ പറയുന്നത്. തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ ജോഡികളായിരുന്നു വിജയും തൃഷയും. ലിയോയിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടത്. വിജയ് തനിക്ക് തന്റെ കംഫർട്ട് സോൺ ആണെന്നും വീടാണെന്നും ആശ്വാസമാണെന്നും സ്നേഹ ബഹുമാനങ്ങൾ തനിക്ക് താരത്തോടുണ്ടെന്നും തൃഷ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 2 പതിറ്റാണ്ടിലേറെ നീണ്ട സൗഹൃദം തനിക്ക് വിജയിയോടുണ്ടെന്നും താരം അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം തൃഷ 3 വർഷം മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. പൊന്നിയിൻ സെൽവനിൽ കുന്തവി എന്ന കഥാപാത്രം നന്ദിനിയുടെയും ആദിത്യ കരികാലന്റെയും പ്രണയം തകർത്തതുപോലെ തൃഷ ജീവിതത്തിൽ ആരുടെയെങ്കിലും പ്രണയം തകർത്തിട്ടുണ്ടോ എന്നായിരുന്നു ആങ്കറുടെ ചോദ്യം. ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. മറ്റൊരാളുടെ പ്രണയത്തിൽ ഞാൻ ഇടപെടാറില്ല. എനിക്കതിൽ താല്പര്യവുമില്ല. ആരെയും പിരിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് പേരെ ഒന്നിപ്പിച്ചിട്ടുണ്ടെന്ന് തൃഷ അന്ന് പറഞ്ഞു. അതേസമയം ഇതിനിടെ ഫിലിം ജേർണലിസ്റ്റ് ബാലാജി പ്രഭു പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. നീലാങ്കരയിലെ വീട്ടിൽ വിജയ്ക്ക് താഴത്തെ നിലയിൽ വേറൊരു അടുക്കളയും പാചകവുമാണ്. മുകളിലത്തെ നിലയിൽ സംഗീതയും അവിടേക്ക് പോകാൻ മറ്റൊരു വഴിയാണ്. താഴത്തെ നിലയിലേക്ക് പോകാൻ പറ്റില്ല. വിജയും സംഗീതയും സംസാരിച്ചിട്ട് തന്നെ 6 വർഷമായി. മാനേജർ മുഖേനയാണ് ഇവർ സംസാരിക്കുന്നത്. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട മര്യാദയും സ്നേഹവും കൊടുത്തിട്ടില്ല. വലിയ തെറ്റാണിത്. നാട് നന്നാക്കുമെന്ന് പറയുന്ന വിജയ് സ്വന്തം ഭാര്യയോട് ഇങ്ങനെ ഒരു അനീതി ചെയ്തത് ആശ്ചര്യമാണെന്നും ബാലാജി പ്രഭു പറയുന്നു. മനസ്സ് തകർത്തതുകൊണ്ടാണ് സംഗീത ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഭർത്താവ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങളോട് എന്തോ പറയാൻ സംഗീത ആഗ്രഹിക്കുന്നു. ഈ മനുഷ്യന്റെ യഥാർത്ഥ മുഖം ഇതാണെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ് സംഗീത ചെയ്തത്. അത് മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ബാലാജി പ്രഭു പറഞ്ഞു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.